ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി ബൈനോമിയൽ തിയറത്തിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൈനോമിയൽ തിയറത്തിൻ്റെ പ്രോബ്ലംസ്, ബൈനോമിയൽ തിയറത്തിൻ്റെ ആകെ നമുക്ക് പഠിക്കാനുള്ള ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ അതിൻ്റെ കുറേ ടെക്നിക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ R+1 TR+1 കണ്ടുപിടിക്കാനുണ്ട്, അതിൻ്റെ ഫോർമുല. അങ്ങനെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന വളരെ ചെറിയ ഒരു എന്നാൽ അതിലേറെ രസകരമായ ഒരു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ഇതിനകത്തെ ചില പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രോബ്ലംസിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാണ്, പുതിയ ചില വെറൈറ്റി പ്രോബ്ലംസുമായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 24. Find the term independent of x in the expansion of x/2 minus 2/x all raised to 10. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ വർഷവും തന്നെ ചോദിക്കുന്നതാണ്. ഇത് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. x/2 minus 2/x all raised to 10 എന്നുള്ളതിനകത്തെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിട്ട് വരുന്ന ടേം ഏതാണ്? ഇത് നമ്മൾ മെത്തേഡെല്ലാം സെയിം ആണ്. കാരണം നമുക്ക് ആകെ ഇതിനകത്ത് അറിയാവുന്നൊരു ടേം എന്ന് പറഞ്ഞാൽ TR+1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അത് തന്നെയാണ്. Let TR+1 be the term independent of x in the expansion of x/2 minus 2/x all raised to 10. Okay, right? Let TR+1 be the term independent of x in the expansion of x/2 minus 2/x all raised to 10. അപ്പോൾ നമുക്ക് TR+1ൻ്റെ ഫോർമുല അറിയാം. TR+1 is equal to NCR A raised to n minus r, നമ്മുടെ ഫോർമുല B raised to r എന്നാണല്ലോ. അപ്പോൾ NCRൻ്റെ എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം. n എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്, സോറി 10 ആണ്. n is 10. A എന്ന് പറഞ്ഞാൽ x/2 ആണ്. B എന്ന് പറഞ്ഞാൽ -2/x ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൻ്റെ വാല്യൂസ്. ഇനി നമുക്ക് r നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ r അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. NCR ദാറ്റ് ഈസ് 10CR. എയുടെ സ്ഥാനത്ത് നമുക്ക് x/2 ആണ്. x/2 all raised to 10 minus r. B എന്ന് പറഞ്ഞാൽ -2/x all raised to r. ഓക്കെ, നമുക്ക് ഇതിനെ എക്സിൻ്റെ കോൺസ്റ്റൻസുകളെല്ലാം ഒന്ന് മാറ്റാം. അതുപോലെ എക്സിൻ്റെ ടൈംസും എല്ലാം നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് 10CR. എക്സിൻ്റെ ടൈം എഴുതുവാണെങ്കിൽ x raised to 10 minus r എന്ന് വരും, ബൈ 2 raised to 10 minus r. ഇവിടെ -1 raised to r എന്ന് എഴുതുവാണ്, കാരണം ഈ മൈനസ് മാത്രം ഇതിനകത്തുനിന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് -1 raised to r, 2 raised to r ഡിവൈഡഡ് ബൈ x raised to r എന്നാണ്. മനസ്സിലായ മക്കളെ? എക്സിന് കൊടുത്തു 10 minus r, താഴെ 2നും കൊടുത്തു 10 minus r. പിന്നെ ഈ -1 raised to r കൊടുത്തു, കാരണം ഈ -2നകത്തുനിന്ന് -1 മാത്രമേ ഇങ്ങനെ എടുത്തു, ബാക്കി 2 ഉണ്ടല്ലോ. അപ്പം പിന്നെ 2 raised to r ബൈ x raised to r എന്നാവും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 10CR. എക്സിൻ്റെ ടൈം ഇവിടെ ഒരു 10 minus r ഉണ്ട്, ഇവിടെ ഒരു x raised to r ഉണ്ട്. ആ എക്സിൻ്റെ ടൈം മാത്രം നമ്മളൊന്ന് മാറ്റി എഴുതുവാണ്. അതിനു മുമ്പ് നമുക്ക് കോൺസ്റ്റൻസ് ഒന്ന് എഴുതാം. -1 raised to r ഇവിടുത്തെ ഈ ടൈം, പിന്നെ ഡിവൈഡഡ് ബൈ ഈ 2 raised to 10 minus r ഉണ്ട്. ഈ ഒരു 2 raised to r താഴോട്ട് വരുമ്പോൾ 2 raised to -r എന്നാണ്, അല്ലേ? അപ്പോൾ അതും കൂടെ കൂട്ടി ഞാൻ ഇവിടെ എഴുതുകയാണ്. ഒന്നുകൂടെ പറയാം, x raised to 10 minus r ഇവിടെ ഉണ്ട്. ഈ 2 raised to r താഴോട്ട് വരുമ്പോൾ 2 raised to -r എന്നാവും. അപ്പോൾ അതും കൂടെ കൂട്ടി ഇവിടെ എഴുതി. ഇനി എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുവാണ്. x raised to ഇവിടെ ഒരു 10 minus r ഓൾറെഡി ഉണ്ടല്ലോ, ഈ x raised to r-നെ മുകളിലേക്ക് ഇല്ലുന്നു, അപ്പോൾ x raised to -r എന്നാവും, അല്ലേ? അതും കൂടെ കൂട്ടി ഇത് എഴുതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 10CR -1 raised to r divided by 2 raised to 10 minus 2r, r 2r into x raised to 10 minus 2r. ഓക്കെ, ഇനി മക്കളെ ഇതാണ് TR+1. ഈ ടേമിനെയാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ആൻഡ് ദിസ് ഈസ് ദ ടേം കൺസിഡേർഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, ഫ്രീ ഫ്രം എക്സ്. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീൻസ് എക്സിൻ്റെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് വരണം? x raised to 10 minus 2r എന്നാണ് ഇതിനകത്ത് നമ്മുടെ ഈ ടേം. ആ 10 minus 2rൻ്റെ സ്ഥാനത്ത് എന്താ വരണം? നമുക്ക്
എക്സ് റേസ് ടു 10 മൈനസ് 2r സ്ഥാനത്ത് എക്സ് റേസ് ടു 0 എന്നാണ് വരണ്ടേ. അപ്പോൾ ആക്ച്വലി ദിസ് ഈസ് ദ ടേം ആസ് ദിസ് ഈസ് ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, ദ പവർ ഓഫ് എക്സ് ഷുഡ് ബി 0. ഓക്കെ, സോ അത് നമുക്കൊന്ന് എഴുതാം. Since this is the term independent of x, x raised to 10 minus 2r is equal to x raised to 10 minus 2r is equal to x raised to 0. That means 10 minus 2r is equal to 0, or 10 is equal to 2r, or r is equal to 10 by 2, that's equal to 5, right? അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 5 ആണ്. അപ്പോൾ നമ്മുടെ ടി ആർ പ്ലസ് 1 സ്ഥാനം എന്തായി മാറും? ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. Therefore TR plus 1 implies TR plus 1 means T5 plus 1 T6 is equal to 10C5 minus 1 raised to 5 divided by 2 raised to 10 minus 2 into R is 5 x raised to 0. കാരണം നമുക്കറിയാം ഇത് 0 ആണല്ലോ. So it is 10C5 minus 1 raised to 5 എന്ന് പറഞ്ഞാൽ മൈനസിനെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആവും. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഇവിടെ എഴുതാം. ഇത് ഡിവൈഡഡ് ബൈ ഇത് 2 raised to 0 ആണ്. 2 raised to 0 is 1 ആണ്. So that is the minus 10C5 എന്ന് കിട്ടും അല്ലേ. That is the term independent of x അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം 6th ടേം ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ് 10C5 എന്നായിരിക്കും. അത് നമുക്ക് വേണേൽ വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, വേണേൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ദാറ്റ് ഈസ് മൈനസ് 10 into 9 into 8 into 7 into 6. നമ്മൾ ഓൾറെഡി ഇത് പലവണ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5. അപ്പോൾ ഈ 4ഉം 2ഉം കൂടെ വെട്ടിക്കളയാം. പിന്നെ 3യും 9ഉം കൂടെ വെട്ടാം. അപ്പോൾ 3 എന്ന് വരും. പിന്നെ 5ഉം ഈ 10ഉം കൂടെ വെട്ടുമ്പോൾ 2 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 6 into 42 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 252 എന്ന് വരും അല്ലേ. അത് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. അതെല്ലാം നമ്മുടെ പ്രത്യേകത. അത് വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് മാത്രം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റ് മീൻസ് അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 0 ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ദാറ്റ്സ് ദ മെത്തേഡ്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. Find the term independent of x in the expansion of cube root of x plus 1 by 2 into cube root of x all raised to 18. ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം n-ന്റെ സ്ഥാനത്ത് വരുന്ന 18 ആണ്. അവിടെ എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്നാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 1/3 എന്ന് എഴുതാം. അതുപോലെ ബിയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്ന 1/2 into ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു 1/3 എന്നും തന്നെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് എഴുതത്തില്ല, ഇങ്ങനെയാണ് എഴുതുക സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇവിടെ ഈ റാഡിക്കലിൻ്റെ അകത്ത് ക്യൂബ് എന്ന് കൊടുക്കും. അത് ഏത് റൂട്ടാണെങ്കിലും, ഇപ്പോൾ 5th റൂട്ട് ആണെങ്കിൽ ഇങ്ങനെ എഴുതണേ. ഇതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു 1/5 എന്നാണ്. ഇതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു 1/3 എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ശരിക്കും എഴുതേണ്ടത് ഇങ്ങനെയാണെങ്കിലും നമ്മൾ അതിനെ സാധാരണ അങ്ങനെ സ്ക്വയർ ആണെങ്കിൽ നമ്മളിവിടെ എഴുതാറില്ല സ്ക്വയർ റൂട്ട് ആണെങ്കിൽ. പക്ഷെ അതിൻ്റെ ഇങ്ങനെ എഴുതിയ അതിൻ്റെ മീനിങ് എക്സ് റേസ് ടു 1/2 തന്നെയാണ്. അപ്പോൾ നമ്മളതിനെ സാധാരണ ഇതിൽ ഇങ്ങനെ മാത്രമേ എഴുതാറുള്ളൂ. റൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ക്വയർ റൂട്ട് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതർവൈസ് നമ്മളിത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സാധാരണ ചെയ്യുന്നത് തന്നെ ലെറ്റ് TR plus 1 be the term independent of x in the expansion of cube root of x plus 1/2 into cube root of x all raised to 18 അല്ലേ. അത് നമുക്ക് എഴുതാം. ഇനി നമുക്ക് TR plus 1ന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് TR plus 1? TR plus 1 is equal to NCR A raised to n minus r b raised to r. അതിൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ 18CR, r നമുക്ക് അറിയില്ല. a എന്ന് പറഞ്ഞാൽ x raised to 1/3 ആണ്. all raised to 18 minus r b എന്ന് പറഞ്ഞാൽ 1/2
2x⁻1/3 ആണ് all raised to r എന്നാണ് അല്ലേ. നമുക്കിതിൻ്റെ എക്സിൻ്റെ ടേംസും അതുപോലെ കോൺസ്റ്റൻസും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് 18cr. ഇവിടെ ഒരു 1/2r ഉണ്ട്, അത് നമുക്ക് അങ്ങ് മാറ്റി എഴുതാം. 1/2 all raised to r. അപ്പോൾ ഈ ഒരു ടേം മാത്രം ഇങ്ങ് മാറ്റി. പിന്നെ ഇവിടെ വരുന്ന x⁻1/3⁻18 ഉണ്ട്. പിന്നെ ഇവിടെ താഴെ നമുക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഈ 2 ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. x⁻1/3 all raised to r എന്ന് പറയാം. ഈ ആറിനെയും കൂടെ x⁻1/3 all raised to r കൂടെ നമുക്ക് മേളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? അത് മൈനസ് എന്നാവും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 18cr 1/2 raised to r. ഇനി x⁻1/3 ടേംസ് എല്ലാം കൂടെ നമുക്ക് മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 18 - r ഉണ്ട്. ഈ r മുകളിൽ ചെല്ലുമ്പോൾ -r ആവും. ഓക്കെ, ദാറ്റ് ഈസ് 18cr 1/2 raised to r x⁻1/3 ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ കോമൺ ആയിട്ട്. 18 - r - r is 2r എന്ന് വരും. a raised to m all raised to n is a raised to m into n എന്ന് വരും. അപ്പോൾ 18 - 2r into 1/3 എന്ന് വരും. ആ 1/3 താഴോട്ട് പോകും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ദിസ് ഈസ് tr+1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ എന്താവും? എക്സിൻ്റെ പവർ എന്താവും? 0. അപ്പോൾ എഴുതാം നമുക്ക്. സിൻസ് ദിസ് ഈസ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, x⁻18 - 2r divided by 3 is equal to x⁻0 എന്നാവും. That means what? 18 - 2r by 3 is equal to 0. That implies 18 - 2r equal to 0 or 18 equal to 2r. That means r is equal to 9. അപ്പോൾ നമ്മുടെ tr+1 ആവും. 1 implies tr+1 പറഞ്ഞാൽ t10 ആവും അല്ലേ. t10 is equal to 18c10. നമ്മുടെ ഈ ഇക്വേഷൻ 1 അത് കൊടുക്കുന്നു. 1/2 raised to 10 അല്ലേ. 10 അല്ല, നമ്മുടെ 9. ഓക്കെ, 1/2 raised to 9. ഇവിടെ r 9 ആണല്ലോ. അപ്പോൾ ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇതിനകത്ത് r സ്ഥാനത്ത് 9 കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയാവും. 18c10 divided by 2 raised to 9. ഇത്ര മതിയാവും. 2 raised to 9 വേണമെങ്കിൽ നമുക്ക് വാല്യൂ അറിയാം. 512 ആണ്, അത് വേണമെങ്കിൽ എഴുതാം. ബാക്കി 18c10 സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, നമുക്ക് അങ്ങനെ എഴുതിയാലും മതിയാവും. കാരണം അത് വലിയ സിംപ്ലിഫിക്കേഷൻ വരുന്നതാണ്. അതുകൊണ്ട് 18c10 is same as 18c8 എന്ന് എഴുതാം. അത് എഴുതിയിട്ട് നിർത്താൻ വേണമെങ്കിൽ. അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഈ മെത്തേഡ് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് ഇതിൻ്റെ tr+1 ടേം കണ്ടുപിടിക്കുന്നത് എന്നുള്ള അത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ക്വസ്റ്റനും കൂടെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം, അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x - 1/x all raised to 14. ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെയാണ്. നമ്മൾ tr+1 എഴുതുന്നു, എന്നിട്ട് r-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എക്സിൻ്റെ പവർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്താൽ മതിയാവും. ഇത് 2013 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. മിക്കവാറും എല്ലാ വർഷവും തന്നെ ഇത് കൂടെ ഒരു ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് r-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 7 എന്ന് കിട്ടും. r is equal to 7 എന്നും -14c7 എന്ന് കിട്ടുന്നതാണ്. അത് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. ഓക്കെ മക്കളെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ തനിയെ ചെയ്യാം. ഓക്കെ, let us have another question. Question number 27. Find a if the 17th and 18th terms in the expansion of 2 + a all raised to 50 are equal. Then find a. That is the question. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 17 ഇവിടെ നമുക്ക് n-ന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ 50 ആണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്, ബിയുടെ സ്ഥാനത്ത് എയുമാണ്. ഇനി T17ഉം T18ഉം ആണ്, അത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞു. അപ്പോൾ T17 നമുക്കൊന്ന് കണ്ടുപിടിക്കാം.
T17 നമുക്ക് T16 plus 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n-ന്റെ സ്ഥാനത്ത് 50 ആണ്, C16 എന്ന് വരും. A 2 raised to 50 minus 16 and A raised to 16. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. Then T18 നെ നമുക്ക് T17 plus 1 എന്ന് എഴുതാം. That is 50 C17 2 raised to 50 minus 17 A raised to 17. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം അല്ലേ. ഇനി തന്നിട്ടുണ്ട് T17 is equal to T18. So T17 is equal to T18 implies 50 C16 2 raised to 50 minus 16 എന്ന് പറയാൻ നമുക്കറിയാം 34 ആണ് അല്ലേ. A raised to 16. That's equal to 50 C17 ഇത് 2 raised to 33 എന്ന് വരും into A raised to 17. ഓക്കെ, നമുക്ക് എയുടെ ടേം മാത്രം ഇവിടെ നിർത്താം, ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് നോക്കാം. ഇവിടെ 50 C16 ഉണ്ട് ഇൻറ്റു 2 raised to 34 ഉണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് വരും. 50 C17 ഉണ്ട്, 2 raised to 33 ഉണ്ട്, is equal to A raised to 17 divided by A raised to 16, right? So that's equal to ഇത് നമുക്കറിയാം, ദിസ് ഈസ് A raised to 17 A raised to 16 ആണ്. ഇത് നമുക്കറിയാം A എന്ന് വരും അല്ലേ. ഇത് 17 ഇത് മേളിലേക്കെങ്കിലും -16 ആവും, 17 - 16 എന്നുള്ള A എന്നാവും. അപ്പോൾ A ആണ് ഇത്. ഇത് 2 raised to 34 ഉണ്ട്, താഴെ 2 raised to 33 ഉണ്ട്. ഇത് മുകളിലോട്ട് ചെല്ലുമ്പോൾ 2 മേളിൽ വരും അല്ലേ. 2 raised to 34 minus 33 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഏതാ 50 C16, that is 50 factorial by 16 factorial into 50 minus 16 എന്ന് പറഞ്ഞാൽ 34 factorial divided by ഇത് നമ്മുടെ അതിൻ്റെ ഒരു ഫോർമുലയാണ്, NCERT ഫോർമുല, n factorial by r factorial into n minus r factorial. ഇവിടെ വരുമ്പോൾ 50 factorial by 17 factorial into 33 factorial എന്ന് വരും അല്ലേ. 50 minus 17 33 factorial വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു A. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒന്നുകൂടെ സിംപ്ലിഫൈ ആണെങ്കിൽ എയുടെ വാല്യൂ കിട്ടും. സോ A ഈസ് ഈക്വൽ ടു ഇത് 50 factorial by 16 factorial into 34 factorial into 2 ഉണ്ട്, അവിടെയുണ്ട്. ഇത് മേലെ ചിലപ്പോൾ തിരിഞ്ഞു വരും. 17 factorial into 33 factorial divided by 50 factorial, right? 50 factorial കട്ടായി പോവും, ഈ 34 factorial ഉണ്ട് ഇവിടെ. ഇനി ഈ 17 factorialും 16 factorial അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്. 17 factorial നമുക്ക് 17 into 16 factorial എഴുതാം. 33 factorial അതുപോലെ തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ ഇത് 16 factorial അങ്ങനെ 34 factorial 34 into 33 factorial എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. 16 factorial കട്ടായി പോവും. ദാറ്റ് ഈസ് 2 into 17 എന്ന് വരും, 34 എന്ന് വരും, ബൈ 34 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. സിംപ്ലിഫിക്കേഷൻ കുറച്ചുണ്ടെങ്കിൽ പോലും വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ ആയിട്ട് വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതും മുൻ വർഷങ്ങളിൽ ഇത് 2015 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതിന് മുൻപൊരു വർഷവും ഈ ക്വസ്റ്റൻ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ NCERT പ്രോപ്പർട്ടിയും പിന്നെ നമ്മളുടെ TR+1 ആ ഫോമുലയും ഇത് രണ്ടും മാത്രമേ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് m for which the coefficient of x square in the expansion of 1 plus x all raised to m is 6. വളരെ സിമ്പിൾ ആണ്. Positive value of m, we have to find the value of m for which the coefficient of x square in the expansion is 6. അപ്പോൾ നമ്മൾ ആദ്യം coefficient of x square ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് അറിയില്ല. So let us take that coefficient of x square
The term containing x square as tr plus 1. അപ്പോൾ right, let tr plus 1 be the term containing x square in the expansion of 1 plus x all raised to m. അപ്പോൾ ഇതിനകത്ത് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിടക്കുന്ന m ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് x ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടി ആർ പ്ലസ് 1 എന്ന് എടുത്തു. നമ്മൾ ഇങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യാം. NCR, ദാറ്റ് ഈസ് MCR, എയുടെ സ്ഥാനത്ത് 1 ആണ്, x റൈസ് ടു r, റൈറ്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ ടേം കണ്ടെയ്നിങ് എക്സ് സ്ക്വയർ, അല്ലെ, എക്സ് സ്ക്വയർ. ഓക്കെ, സിൻസ് ദിസ് ഈസ് ദ ടേം കണ്ടെയ്നിങ് എക്സ് സ്ക്വയർ, അതുകൊണ്ട് എന്ത് സംഭവിക്കണം, ഇത് എക്സ് സ്ക്വയറിന്റെ ടേം ആണെങ്കിൽ എക്സ് റേസ് ടു ആറിന്റെ സ്ഥാനത്ത് എന്ത് വരണം, എക്സ് സ്ക്വയർ എന്ന് വരണം, അല്ലെ. അപ്പോൾ എക്സ് റേസ് ടു ആർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സിൻസ് ദിസ് ഈസ് ദ ടേം കണ്ടെയ്നിങ് എക്സ് സ്ക്വയർ, കോമ എക്സ് റേസ് ടു ആർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് വരും, റൈറ്റ്. യെസ്, therefore tr plus 1, therefore 1 implies tr plus 1 is equal to MCR എന്ന് വെച്ചാൽ MCR m അതുപോലെ തന്നെ വരും mz2 x square. ഇനി എന്താ പറയണ്ടേ, find a positive value of m for which the coefficient of x square is 6. What is coefficient of x square? Now the coefficient of x square is mc2, but given that coefficient of x square is 6. Now given that mc2 is equal to 6, mc2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ, m into m minus 1 divided by 1 into 2 is equal to 6. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് m ന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് m സ്ക്വയർ മൈനസ് m, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് m into m square minus m is equal to 12 എന്നായി. So m square minus m minus 12 is equal to 0. That means ഇത് നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. m minus 4 into m plus 3 is equal to 0 എന്ന് വെച്ചാൽ ഗുണിക്കുമ്പോൾ -12ഉം കൂട്ടുമ്പോൾ -1ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. സോ m minus 4 equal to 0 or m plus 3 equal to 0. So m is equal to 4 or m is equal to -3. But we have to find a positive value of m. Since m is positive, that means the value of m is 4. അപ്പോൾ നമുക്ക് m ന്റെ വാല്യൂ ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന tr plus 1ന്റെ പ്രോപ്പർട്ടി നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന tr plus 1ന്റെ ആ ഒരു ഫോർമുലയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതും ആ ഒരു tr plus 1ന്റെ ഫോർമുലയാണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. Prove that the coefficient of x raised to m in the expansion of 1 plus x all raised to 2n is twice the coefficient of x raised to m in the expansion of 1 plus x all raised to 2n minus 1. ഇത് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ചോദ്യം ഇതാണ്, ഈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n, അതായത് 1 plus x all raised to 2n-ന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n-ഉം 1 plus x all raised to 2n minus 1-നകത്ത് എക്സ് റേസ് ടു n-ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാൽ ഈ ആദ്യത്തിനകത്ത് ഈ കോഎഫിഷ്യന്റ് ഈസ് ട്വൈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ സെക്കൻഡ് വൺ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n-ന്റെ ഇരട്ടിയാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് രണ്ടിനകത്തെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 plus x all raised to 2n-നകത്തെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് tr plus 1 be the term containing x raised to n എന്നാണ് നമ്മൾ എടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമുക്ക് എഴുതാം, let tr plus 1 be the term containing x raised to n in the expansion of 1 plus x all raised to 2n. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 2n ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് x ആണ്. അപ്പോൾ നമുക്ക് tr plus 1 എന്താ വരും? tr plus 1 is equal to NCR എന്ന് വെച്ചാൽ 2NCR
എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി എക്സ് റൈസ് ടു നമ്മൾ പറഞ്ഞത് 2n r ആണ്. സോ എക്സ് റൈസ് ടു r. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തേനകത്തെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n എന്ന് നമ്മൾ എടുക്കുന്നത്. സിൻസ് ദിസ് ഈസ് ദ ടേം കണ്ടെയ്നിങ് എക്സ് റൈസ് ടു n, എക്സ് റൈസ് ടു r ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n അല്ലേ. ഇത് എക്സ് റൈസ് ടു എന്നിന്റെ ടേം ആണ് എങ്കിൽ ഇവിടെ എക്സ് റൈസ് ടു ആറിന്റെ സ്ഥാനത്ത് എക്സ് റൈസ് ടു n എന്നാണ് വരേണ്ടിയിരുന്നത്. ദാറ്റ് മീൻസ് r ഈസ് ഈക്വൽ ടു n എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടി ആർ പ്ലസ് 1 എന്തായി മാറും? ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2nCn എക്സ് റൈസ് ടു n എന്ന് വരും അല്ലേ. ദാറ്റ് മീൻസ് therefore coefficient of x raised to n എന്ന് വരും. therefore coefficient of x raised to n is 2nCn. ഓക്കെ, ഇതാണ് ഈ ആദ്യത്തേനകത്തെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ. ഓക്കെ, 2nCn. ഇനി നമുക്ക് രണ്ടാമത്തേനകത്തെ കോഎഫിഷ്യന്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഈ 2nCn എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഒത്തിരി കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. 2nCn is equal to നമ്മുടെ NCERT ഫോർമുല വെച്ച് 2n factorial divided by r factorial which is n factorial into 2n minus n minus r, 2n minus n factorial. Okay, that is the 2n factorial divided by n factorial into ഇതിന് n factorial എന്ന് എഴുതാം. വേണം നമുക്ക് ഇത്രയും കൂടെ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2n മൈനസ് n എന്ന് പറഞ്ഞാൽ n ആണല്ലോ, അതുകൊണ്ടാണ് ഇതിനെ n എന്ന് എഴുതിയത്. ഓക്കെ, നമുക്ക് ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതിനെ 2n ഫാക്ടോറിയൽ എന്നുള്ളതിനെ നമുക്ക് 2n ഇൻറ്റു അതിൽ നിന്ന് ഒന്ന് കുറയും 2n മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയലിനെ നമുക്ക് വേണമെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്നും വേണം എഴുതാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എന്നും എന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 2n ആണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 2n മൈനസ് 1 ആണ് വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ലെറ്റ് ടി ആർ പ്ലസ് 1 ബി ദ ടേം കണ്ടെയ്നിങ് എക്സ് റൈസ് ടു n ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 2n മൈനസ് 1 റൈറ്റ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് x ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2n മൈനസ് 1 ആണ്. സോ ടി ആർ പ്ലസ് 1, വാട്ട് ഈസ് ടി ആർ പ്ലസ് 1? TR plus 1 is equal to NCR, that is 2n minus 1 CR. A എന്ന് പറഞ്ഞാൽ 1 ആയെന്ന് നോക്കണ്ട, x raised to r അല്ലേ. ഇനി ഇതാണ് ഇതിന്റെ ടേം കണ്ടെയ്നിങ് x raised to n. Since this is the term containing x raised to n, x raised to r is equal to x raised to n അല്ലേ. That means r is equal to n വരും. Okay. Therefore TR plus 1 is equal to 2n minus 1 Cn x raised to n. Therefore the coefficient of x raised to n is the coefficient of x raised to n is 2n minus 1 Cn. That's equal to നമുക്ക് NCERT ഫോർമുല അപ്ലൈ ചെയ്യാം. n factorial divided by r factorial into n minus r, 2n minus 1 minus n factorial. That's equal to 2n minus 1 factorial divided by n factorial into ഇത് 2n ആണ്, 2n ഇതിൽ n കുറയ്ക്കുമ്പോൾ n വരും. സോ n minus 1 factorial. This is equation number 2 എന്ന് വിളിക്കാം. ഇനി നമുക്ക് നോക്കിയ മക്കളെ, ഈ 1 നോക്കിക്കേ, 1-നകത്തുള്ളത് കണ്ടോ? 2n minus 1 factorial by n factorial into n minus 1 factorial എന്നാണ്. ഇതിനകത്ത് വരുന്ന ഒരു 2 കുറവാണ്, ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ. ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് the coefficient of x raised to n
in the expansion of this is this is the twice the coefficient of x raised to n in the expansion of this one. Okay, അപ്പോൾ നമുക്ക് പ്രൂഫ് ആയില്ലേ. ഇതിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ 2 ഇരട്ടിയല്ലേ, 2 ഇൻറ്റു ഇതല്ലേ, നോക്കിക്കേ 2 ഇൻറ്റു ഇത് തന്നെയല്ലേ. സോ അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നേ. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിയും. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ തിരികെയാണ്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററുമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടേമിൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, അതുമല്ല എങ്കിൽ അതിൻ്റെ മിഡിൽ ടൈം കണ്ടുപിടിക്കുക. ഇത് ഈ ഒരു ഏരിയ ആണ് മെയിനായിട്ട്. പിന്നെ നമ്മളൊരു 99 അല്ലെങ്കിൽ റേസ് ടു 5, 10 അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് ഈ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ പുതിയ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ.